ഇന്ന് നമ്മൾ എൻഡ് ഓഫ് ദി ഡേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ടേക്ക് അവേ ആയിരിക്കും ഈ ഒരു ലേണിംഗിൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സലിൻ്റെ ബേസിക്സിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത ഫംഗ്ഷൻസ്. സോ എക്സൽ വരികയാണെങ്കിൽ ഞാൻ എക്സൽ എങ്ങനെ ഓപ്പൺ ചെയ്യണം, എന്താണ് എക്സൽ എന്നൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ മൈക്രോസോഫ്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ് വൺ ഓഫ് ദ വെരി പോപ്പുലർ ആപ്ലിക്കേഷൻസ്. ഏറ്റവും കൂടുതൽ ഡേറ്റ അനാലിസിസിന് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സൽ തന്നെയായിരിക്കും. സോ അപ്പോൾ എന്താണ് എക്സലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡേറ്റ പ്രോസസ്സ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഡേറ്റ ഇത്രയും എന്താ പറയുക എഫക്റ്റീവായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേറൊരു സോഫ്റ്റ്വെയർ ഇല്ല. എക്സലിൻ്റെ ഫുൾ കേപ്പബിലിറ്റീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മാത്രമേ അതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. നമുക്കൊരു മില്യൺസ് ഓഫ് ഡേറ്റ വരെ എക്സലിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു 20-30 ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നുള്ള ഡേറ്റയൊക്കെ നമുക്ക് എക്സലിലോട് കൊണ്ടുവന്നിട്ട് വളരെ എഫിഷ്യൻ്റായിട്ട്, അത് ഈവൻ ലാർജ് ഡേറ്റ സെറ്റ് ആവട്ടെ, അതിൻ്റെ ഒരു എൻഡ് ടു എൻഡ് റിപ്പോർട്ടിംഗ് ഓട്ടോമേഷനൊക്കെ നമുക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും കേപ്പബിളാണ് എക്സൽ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് സൈഡിലോട്ട് വരികയാണെങ്കിൽ എന്താണ് എക്സലിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇതാണ് നമ്മുടെ എക്സൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ സിസ്റ്റത്തിൽ നിങ്ങൾ എക്സലിൻ്റെ വേർഷൻ ഏതായിരിക്കും ഏറ്റവും നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2021 അല്ലെങ്കിൽ ഓഫീസ് 365 ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണത്. കാരണം അതിനകത്ത് നമുക്ക് ഒരുവിധം എല്ലാ ഫംഗ്ഷൻസും ഉണ്ട്. ഫിൽറ്റർ ഫംഗ്ഷൻസും എക്സ് ലുക്കപ്പും എല്ലാം 2021 ഉണ്ട്. അതിന് മുമ്പോട്ടുള്ള വേർഷൻസിൽ എക്സ് ലുക്കപ്പ് പോലുള്ള ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഫിൽറ്റർ പോലുള്ള ഫംഗ്ഷൻസ് ഒന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. 365 ആണെങ്കിൽ ഏറ്റവും നല്ലത്. 365 ആവുന്ന സമയത്ത് അതിൻ്റെ കൂടെ കോ പൈലറ്റ് കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. സോ കോ പൈലറ്റ് നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കോ പൈലറ്റിൻ്റെ ഒരു സെഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കോ പൈലറ്റിൻ്റെ AI യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ പിന്നീട് നമുക്കൊരു വേണമെങ്കിൽ ഒരു 1 മന്തിൻ്റെ കോ പൈലറ്റിൻ്റെ ഫ്രീ ലൈസൻസ് എടുക്കാം അതില്ലെങ്കിൽ. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, നമ്മളൊരു എക്സൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു വ്യൂ ആണിത്. ഇതിനകത്ത് നമ്മൾ ഒരു പുതിയൊരു ഷീറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നൊരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് എക്സൽ ഫോം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഈ കാണുന്നതാണ് സെൽസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സലിനകത്ത് എക്സൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് എ സ്ട്രക്ചേർഡ് ഡേറ്റ അനാലിസിസ് ടൂൾ. ദാറ്റ് മീൻസ് നമുക്കിവിടെ റോസ് ആൻഡ് കോളത്തിലാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. സോ എക്സലിൻ്റെ യൂസർ ഇൻ്റർഫേസിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ മെനു ഉണ്ട്, ഫോം, ഇൻസേർട്ട്, ഡ്രോ, പേജ് ലേഔട്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ബേസിക്കായിട്ട് നമുക്കൊരു മെനു ഉണ്ട്. ഓരോ മെനുവിൻ്റെ അണ്ടറിലും ഡിഫറൻറ്റ് കമാൻഡ്സ് ഉണ്ട്. ഓക്കെ, ഈ കമാൻഡ്സ് ഡൈനാമിക് ആണ്. മെനുവിനനുസരിച്ചിട്ട് നമുക്ക് കമാൻഡ്സ് ചേഞ്ച് ആവും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു സോ ഇനി നമുക്ക് താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഈ കാണുന്നതാണ് സെൽസ്. ഓരോ സെല്ലിനും ഒരു പേരുണ്ട്. ആ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെല്ല് ഫോം ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഒരു സെല്ല് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെല്ല് ഫോം ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് കോളം I ആണത് ആൻഡ് റോ നമ്പർ 8 ആണ്. അപ്പോൾ ഈ ഒരു സെല്ലിൻ്റെ പേരാണ് I8 എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പേരാണ് നമ്മളിവിടെ ഈ സെല്ലിൻ്റെ നെയിം ബോക്സിൽ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ നെയിം ബോക്സ്. ഈ ഒരു സെല്ലിൻ്റെ പേരാണ് നമ്മൾ നെയിം ബോക്സിൽ കാണുന്നത്. പിന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഫോർമുല ബാറാണ്. നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതും അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതുമായുള്ള ഒരു സ്പേസ് ആണിത്. അതിലേക്ക് നമുക്ക് വരാം. ഇനി ഈ എക്സലിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ സെൽസ് ആൻഡ് റോസ് ആൻഡ് കോളംസിന് മുമ്പ് വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു വർക്ക് ബുക്കാണ്. ഒരു എക്സൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്നതാണ് വർക്ക് ബുക്ക്. ഈ വർക്ക് ബുക്കിൻ്റെ പേരാണ് ബുക്ക് 5 എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വർക്ക് ബുക്കിനകത്ത് നമുക്ക് വർക്ക് ഷീറ്റ്സ് ഉണ്ട്. ഇപ്പം ഷീറ്റ് 1 ഇവിടെ കാണുന്ന ഷീറ്റ് 1 ആണ് നമ്മുടെ വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഷീറ്റ്സ് വി ക്യാൻ ആഡ്? നമുക്കിവിടെ ഇങ്ങനെ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷീറ്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ എത്ര ഷീറ്റ്സ് വരെ നമുക്ക് ആഡ് ചെയ്യാം? ആക്ച്വലി നമ്മുടെ സിസ്റ്റം മെമ്മറി അലൗ ചെയ്യുന്നത് വരെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിവിടെ ഈ ഷീറ്റ്സ് ആഡ് ചെയ്യാം. സോ ഓരോ ഷീറ്റിനകത്ത് നമുക്ക് ഡിഫറൻറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യാം. നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഷീറ്റിൽ നമുക്ക് ഇയർ 1ൻ്റെ ഡേറ്റ ആണെങ്കിൽ മറ്റേ ഷീറ്റിൽ ഇയർ 2 ഡേറ്റ സ്റ്റോർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡേറ്റ ഗ്രൂപ്പ് ചെയ്യേണ്ടത്, കാറ്റഗറൈസ് ചെയ്യേണ്ടത്, അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇനി എങ്ങനെയാണ് എക്സലിലോട്ട് ഡേറ്റ എൻ്റർ ചെയ്യുന്നത്? സോ സാധാരണ നമുക്ക് എക്സലിലുള്ള ഡേറ്റ ടൈപ്സ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ടെക്സ്റ്റ് ഡേറ്റ, നമ്പർ ഡേറ്റ ആൻഡ് ഡേറ്റ് ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് 18/8/2025. സോ ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് വന്നിട്ട് ഓൾവേസ് അലൈൻ ടുവാർഡ്സ് ദ ലെഫ്റ്റ് ആണ്. ടെക്സ്റ്റ് വന്നിട്ട് ലെഫ്റ്റിലാണ് എപ്പോഴും അലൈൻ ആവുന്നത്. നമ്പർ ആൻഡ് ഡേറ്റ്സ് വന്നിട്ട് റൈറ്റിലാണ് അലൈൻ ആവുന്നത്. ഓക്കെ, ഇനി ഫണ്ടമെൻ്റലി ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൽ അതിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക് എൻഡിൽ സ്റ്റോർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഡേറ്റ് ഫോർമാറ്റ് നമ്മൾ നമ്പറിലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കാണുന്നത്? 45,887. ഈ 45,887 എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? എന്താണ് ഈ 45,887 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
വളരെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ മിക്ക പേരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്താണ് 45887? ഓക്കെ, എക്സലിൻ്റെ ആദ്യത്തെ ഡേറ്റ് ഏതാണെന്ന് അറിയോ? എക്സലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫസ്റ്റ് ഡേറ്റ്. ദ ഫസ്റ്റ് ഡേറ്റ് ഇൻ എക്സൽ ഈസ് 1/1/1900 ആണ്. ഇനി ഈ ഒരു ഡേറ്റിനെ നമ്മൾ നമ്പറിലോട്ട് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 1. സോ എക്സലിൽ 45887 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1/1/1900 കഴിഞ്ഞിട്ട് ഇന്ന് വരെയുള്ള എത്ര ദിവസങ്ങൾ കഴിച്ചിട്ടുണ്ട്, അതാണ് ബേസിക്കലി നമ്പർ. ഇങ്ങനെയാണ് എക്സലിലെ ഡേറ്റ ബാക്ക് എൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഡേറ്റ്. ഇനി അതിനെ നമുക്ക് തിരിച്ച് ഡേറ്റിൻ്റെ ഫോർമാറ്റിലോട്ട് മാറ്റാം. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് എക്സലിൽ ഡേറ്റ എൻ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ടെക്സ്റ്റ് ഡേറ്റ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് പേരുകളും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യാം, ലൊക്കേഷൻ വാട്ട് എവർ ഇറ്റ് ഈസ്, ടെക്സ്റ്റ് ഡേറ്റ എൻ്റർ ചെയ്യാം. ഒരു ടെക്സ്റ്റ് ഡേറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞതുപോലെ ടെക്സ്റ്റ് ഡേറ്റ എപ്പോഴും എക്സൽ അത് ഡിഫോൾട്ടായിട്ട് അലൈൻ ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും, റൈറ്റ് സൈഡിലേക്ക് നമ്പറും ഡേറ്റും അലൈൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിപ്പം ബേസിക്കായിട്ട് പഠിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽസ് എന്താണ്, നമ്മൾ എക്സലിൽ മെനു എന്താണെന്ന് മനസ്സിലാക്കി. ഹോം, ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻറ്റ് മെനൂസ് ഉണ്ട്. ഡിഫറൻറ്റ് മെനൂസിൻ്റെ അണ്ടറിൽ ഡിഫറൻറ്റ് കമാൻഡ്സ് ഉണ്ട്. ഈ കമാൻഡ്സിലൂടെയൊക്കെ നമ്മളിപ്പം വരും. ഈ ഒരു ഏരിയയ്ക്ക് പറയുന്നതാണ് റിബൺ ഏരിയ. സെൽസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, റോസ് എന്താണെന്ന് പഠിച്ചു, കോളംസ് എന്താണെന്ന് പഠിച്ചു. ഓരോ കോളത്തിനും ഒരു പേരുണ്ട്, ഓരോ റോയ്ക്കും ഒരു പേരുണ്ട്. കോളംസ് എത്ര കോളംസ് ഉണ്ട്? നമുക്ക് XFD വരെയുള്ള കോളംസ് ഉണ്ട്. XFD ആൻഡ് റോസ് എത്രയുണ്ട് ഈ എക്സലിൽ? 1 മില്യണിൽ പ്ലസ് സ്ലൈറ്റ്ലി എബവ് 1 മില്യൺ റോസ് ഉണ്ട്. ഇനി ഇത്രയും റോസ് നമുക്ക് സാധാരണ ഒരു എക്സലിൽ ഇത്രയും കോളംസ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. നമ്മൾ ആക്ച്വലി ഒരു 1 lakh എബവ് റോസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും തന്നെ എക്സലിൻ്റെ പെർഫോമൻസ് ആക്ച്വലി സ്ലോ ആവും. സോ അതിന് ഓവർകം ചെയ്യാനൊരു വഴിയുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം, എങ്ങനെയാണ് നമുക്ക് ലാർജ് ഡേറ്റാ സെറ്റ്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ നമ്മൾ കോളത്തിൻ്റെ പഠിച്ചു. ഓരോ കോളത്തിനും ഒരു പേരുണ്ട്, ഓരോ റോയ്ക്കും ഒരു പേരുണ്ട്. നമുക്ക് എക്സലിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് വർക്ക് ബുക്കിലാണ്. നമുക്കിവിടെ പുതിയ വർക്ക് ബുക്ക്സ് ഓപ്പൺ ചെയ്യാം. ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്നത് ഒരു വർക്ക് ബുക്കാണ്. ഓരോ വർക്ക് ബുക്കിലും ഡിഫറൻറ്റ് വർക്ക് ഷീറ്റ്സ് ഉണ്ട്. ഈ വർക്ക് ഷീറ്റ്സിനെ നമുക്ക് എത്ര വർക്ക് ഷീറ്റ്സ് വേണമെങ്കിലും നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ടെക്സ്റ്റ്, നമ്പർ, ഡേറ്റാസ് എൻ്റർ ചെയ്യാം. ഈ എൻ്റർ ചെയ്ത ഡേറ്റ ഇനി നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇപ്പം എക്സലിൽ ബേസിക്കലി നമ്മൾ ഇതിനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എക്സലിൻ്റെ ക്യാഷ് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡേറ്റയെ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലോട്ട് സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഫയൽ മെനുവിൽ പോയിട്ട് സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റയെ നമുക്ക് നമ്മുടെ ലോക്കൽ ഡ്രൈവിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്ലൗഡ് സ്റ്റോറേജിലോട്ടോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇത് സ്റ്റോർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഈ സ്പ്രെഡ്ഷീറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റ നമുക്ക് വി വിൽ ലൂസ് ദ ഡേറ്റ. ഓക്കെ, സോ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്ലേസ് ഇവിടെ ബ്രൗസിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ ഒരു പ്ലേസ് ക്ലിക്ക് ചെയ്യുക. നമുക്കൊന്നെങ്കിൽ നമുക്ക് OneDrive ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് നമ്മുടെ ലോക്കൽ ഡ്രൈവ് അവിടെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇവിടെ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫയൽ മാറ്റാം, ഫയലിൻ്റെ പേര് മാറ്റി കൊടുക്കാം. പിന്നെ എക്സലിൻ്റെ എക്സ്റ്റൻഷൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .xls ആണ് ഇപ്പോഴത്തെ എക്സലിൻ്റെ എക്സ്റ്റൻഷൻ. ഇവിടെ നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും എക്സ്റ്റൻഷനിലേക്ക് പോകാം. ഫോർ എക്സാമ്പിൾ ഇതൊരു മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക് ആണെങ്കിൽ ഈ എക്സ്റ്റൻഷൻ ഷുഡ് ബി .xlsm. ഓക്കെ, അതേപോലെ നമ്മൾ ഇതൊരു ടെക്സ്റ്റ് ഫയലായിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ .txt, പക്ഷേ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് .xlsx ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വർക്ക് ബുക്ക് നമ്മൾ സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോൾഡറിൽ ഇത് സേവ് ആവുന്നതാണ്. ഓൾറൈറ്റ്, ഇനി നമ്മളിപ്പം ഇതുവരെ പഠിച്ചത് ഡേറ്റ എൻട്രി ചെയ്യുന്നതാണ്. അടുത്തതിലേക്ക് ഡേറ്റ ഫോർമാറ്റ് ചെയ്യുന്നതിലാണ്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ക്വിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എന്തെങ്കിലും ക്വിക്ക് ക്വസ്റ്റ്യൻസ് ഓർ കമൻസ്? ഓക്കെ, സോ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഹലോ പറഞ്ഞോളൂ. സ്റ്റോർ ചെയ്ത ഡേറ്റേനെ എടുക്കാനാണോ? ഓക്കെ, റിക്കവർ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമുക്ക് എക്സലിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫയലിൽ നമുക്കിവിടെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിനകത്ത് സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സേവ് ഓപ്ഷനിൽ നമുക്കിവിടെ ഓട്ടോ റിക്കവർ, നമുക്ക് ഈ എക്സലിനെ നമുക്ക് ഇവിടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ഓട്ടോ റിക്കവർ ഇൻഫർമേഷൻ എവറി 10 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 10 minutes നമ്മുടെ ഒരു ഡേറ്റ എക്സൽ സേവ് ചെയ്യും. അത് സേവ് ചെയ്യുന്ന ലൊക്കേഷൻ നമ്മൾ പേര് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്യുന്ന ലൊക്കേഷനാണ് ഇവിടെ.
ഈ ഒരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ റിട്രീവ് ചെയ്യാൻ പറ്റുന്നതാണ് ഡേറ്റ. അപ്പോൾ മാറ്റാം. അതിങ്ങനെ എക്സൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ആക്കുകയാണെങ്കിൽ നമ്മൾ ഹ്യൂജ് ഫയലൊക്കെ ആണെങ്കിൽ ഓരോ മിനിറ്റും എക്സൽ ഇങ്ങനെ സേവ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചൊന്ന് ഇതാവും, സ്ലോ ആവും. നമ്മൾ ഒരു 5 മിനിറ്റിൻ്റെ ഡേറ്റ് ഫ്രീക്വൻസി വെച്ചിട്ട് സേവ് കൊടുത്താൽ മതി അതിനകത്ത്, അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഫ്രീക്വൻസി വെച്ചിട്ട് സേവ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അത് ലൂസ് ആവില്ല ഡേറ്റ. നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ കേസ് ഇത് സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എക്സൽ ഫുൾ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ എക്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഫുൾ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എക്സൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്ത ഫയൽസിൻ്റെ ലിസ്റ്റ് കാണാം. ആ ലിസ്റ്റിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് എക്സൽ സേവ് ചെയ്തിരിക്കുന്ന ഫയൽ ഏതാണ് അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. സോ നമുക്കിനി നെക്സ്റ്റ് ഇതിലോട്ട് പോകുന്നത്, നമ്മളിപ്പോൾ ഡേറ്റ എൻ്റർ ചെയ്തു. ഈ എൻ്റർ ചെയ്ത ഡേറ്റ മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റിങ്ങിലോട്ട് പോകാം. ഇപ്പോൾ ഫോർമാറ്റിങ്ങിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ കോളം ഫോർമാറ്റ് ചെയ്യാം, റോ ഫോർമാറ്റ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഈ ഷീറ്റിൻ്റെ കാര്യങ്ങൾ പ്രോപ്പർട്ടീസ് ഫോർമാറ്റ് ചെയ്യാം. അതുകൂടാതെ ടെക്സ്റ്റ്, നമ്പർ, ഡേറ്റ്സ് ഫോർമാറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു കോളത്തിനെ ഫോർമാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഓപ്ഷൻ ഉള്ളത്? ഈ കോളത്തിന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും ഇവിടെ. ഒന്ന്, താഴോട്ട് വന്നു കഴിഞ്ഞാൽ കോളം വിഡ്ത്ത് നമുക്ക് മാറ്റാം. ഓക്കെ, കോളം വിഡ്ത്ത് മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 8.11 ആണ് ഡിഫോൾട്ട് വിഡ്ത്ത്. അത് വന്നിട്ട് നമുക്ക് 13 ആക്കണമെങ്കിൽ നമുക്ക് 13 ആക്കാം. ഇനി ഇങ്ങനെ മാറ്റണമെങ്കിൽ നമുക്ക് ഈ കോളം എന്നിൻ്റെയും ഓയിൻ്റെയും ബിറ്റ്വീൻ നമുക്കൊരു ഈ ഒരു കേഴ്സർ വന്നു കഴിഞ്ഞാൽ, ക്രോസ് കേഴ്സർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ കോളത്തിൻ്റെ വിഡ്ത്ത് നമുക്ക് മാറ്റാം. ഇനി ഈ രണ്ട് കോളത്തിനും ഇടയ്ക്ക് നമുക്കിപ്പം ഇവിടെ ഒരു ഇവിടെ എ ഉണ്ട്, സി ഉണ്ട്. ഇതിന് രണ്ടിനും ഇടയ്ക്ക് നമുക്കൊരു ബി ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസേർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെയും ബിൻ്റെയും ഇടയിൽ നമുക്കൊരു പുതിയ കോളം ഇൻസേർട്ടായി. ആ കോളം ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കോളം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഒക്കെ ഷോർട്ട് കട്ട് കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോളം നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ സ്പേസ് ബാർ ആണ്. കൺട്രോൾ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ കോളം സെലക്ട് ആയി. ഷിഫ്റ്റ് സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ റോ സെലക്ട് ആയി. ഇനി ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ ഇൻസേർട്ട് കോളം സെലക്ട് ആയി. ഓക്കെ, ഓൾട്ട് IC അടിച്ചു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ കോളം ഇൻസേർട്ടായി. ഓൾട്ട് IC നിങ്ങൾ എക്സൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ ഓൾട്ട് D അടിച്ചു കഴിഞ്ഞാൽ, ഓൾട്ട് D എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളം ഡിലീറ്റ് ആയി. ഓൾട്ട് ED. ഓക്കെ, സോ കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ കോളം സെലക്ട് ചെയ്യാനാണ്. ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ റോ സെലക്ട് ചെയ്യാനാണ്. ഓക്കെ, ഇനി കോളം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഓൾട്ട് IC, ഇൻസേർട്ട് കോളം ഓൾട്ട് പ്ലസ് I പ്ലസ് C. ഓക്കെ, ഇനി ഇൻസേർട്ട് റോ ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ ഇൻസേർട്ട് റോ ഓൾട്ട് പ്ലസ് I പ്ലസ് R. എക്സലിൽ ഏറ്റവും നല്ലൊരു നിങ്ങൾ ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കീബോർഡ് ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മൗസ് മാക്സിമം ഒഴിവാക്കിയിട്ട് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. സോ ഓൾട്ട് IR ആണ്. ഇനി ഇതിൻ്റെ ഈ കോളത്തിൻ്റെ ഓട്ടോ വിഡ്ത്ത് മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് ഈ കോളത്തിൻ്റെ ഈ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഈ കോളം ഇതിനകത്തേക്ക് എസ്സിലായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓട്ടോ ഫിറ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളത്തിൻ്റെ എത്രയാണോ ഇതിനകത്തുള്ള ഡേറ്റയുടെ ലെങ്ത്ത് അതിനനുസരിച്ച് നമുക്ക് ഈ കോളം അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ R-ൻ്റെയും S-ൻ്റെയും നടുവിൽ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളത്തിന് ഓട്ടോ ഫിറ്റ് വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ വിഡ്ത്ത് ഉള്ളത് അത്രയും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ആവും. സോ നമുക്കിവിടെ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് റോസും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് റോസ് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റാണ്. ഹൈറ്റ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇനി മൾട്ടിപ്പിൾ റോസിൻ്റെ ഹൈറ്റ് കൂട്ടണമെങ്കിൽ മൾട്ടിപ്പിൾ റോസ് സെലക്ട് ചെയ്യുക, അതിൻ്റെ ഹൈറ്റ് കൂട്ടുക, ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് കൂട്ടാം. ഓൾറൈറ്റ്, ഇനി മൾട്ടിപ്പിൾ റോസ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ഓപ്ഷൻസ് കിട്ടും. പിന്നെ നോൺ കണ്ടിന്യൂസ് റേഞ്ചാണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സെലക്ഷൻ എന്ന് പറയുന്നത് എക്സലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിലോട്ട് നമുക്കൊന്ന് വരാം. ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് ആരോ കീ അടിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സെലക്ട് ആയി. ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് ആരോ കീ അടിച്ചു കഴിഞ്ഞാൽ, കൺട്രോൾ അമർത്തി പിടിച്ചുകൊണ്ട് ആരോ കീ അടിച്ചാലോ ഏറ്റവും ലാസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സെല്ലിലോട്ടാണ് പോകുന്നത്.
ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് ആരോ കീ ഡൗൺ ആരോ അടിച്ചു കഴിഞ്ഞാൽ സെലക്ട് ആവുന്നുണ്ട്. കൺട്രോൾ കീ അമർത്തി പിടിച്ചുകൊണ്ട് ആരോ കീ ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ സെല്ലിലോട്ടാണ് പോകുന്നത്. ഇനി ഷിഫ്റ്റും കൺട്രോളും അമർത്തി പിടിച്ചുകൊണ്ട് ലാസ്റ്റ് സെല്ലിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ആരോ കീ അടിച്ചു കഴിഞ്ഞാൽ സെലക്ഷനും ആവുന്നുണ്ട്, ഏറ്റവും അവസാനത്തെ സെല്ലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഡേറ്റ വരുന്ന സമയത്ത് അത് ക്വിക്കായിട്ട് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിലോ, നമുക്ക് പെട്ടെന്ന് കുറച്ച് ഡേറ്റ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനത്തെ സെല്ല് വരെയുള്ള ഡേറ്റ സെലക്ട് ചെയ്യാനാണ് ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ഓരോ അടിക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനമുള്ള സെല്ല് വരെ പെട്ടെന്ന് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് കോളത്തിനെ പറ്റിയിട്ടാണ്, റോസിനെ പറ്റിയിട്ടാണ്. കോളം എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസേർട്ട് കോളം കൊടുക്കാം, പുതിയ കോളം ഇൻസേർട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതേപോലെ റോസിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, വിഡ്ത്ത് ഇറ്റ്സ് നോട്ട് വിഡ്ത്ത്, ഇറ്റ്സ് ബേസിക്കലി ഹൈറ്റ്. ഓൾറൈറ്റ്, ഇനി അപ്പോൾ റോസിൻ്റെയും കോളംസിൻ്റെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വർക്ക് ഷീറ്റ്സിലോട്ടാണ്. ഈ വർക്ക് ഷീറ്റ്സ് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആർക്കെങ്കിലും? ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, സോ നമുക്കിവിടെ ഷീറ്റ്സിന് ഇനി എന്തൊക്കെ ഷീറ്റ്സിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീറ്റ്സിന് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഷീറ്റ്സിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പുതിയ ഷീറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. സോ എക്സൽ വിൽ ആസ്ക് എന്താണ് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇറ്റ്സ് ബേസിക്കലി ഓൾവേസ് വർക്ക് ഷീറ്റ്. നമുക്ക് വർക്ക് ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാം. ഈ വർക്ക് ഷീറ്റിൻ്റെ പേര് നമുക്ക് മാറ്റണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീനെയിം കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. അത് കൂടാതെ നമുക്ക് ഈ ഷീറ്റിനെ നമുക്ക് മൂവ് അല്ലെങ്കിൽ കോപ്പി ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വേറൊരു വർക്ക് ബുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. കൺട്രോൾ എൻ ആണ് പുതിയ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. ഓക്കെ, കൺട്രോൾ എൻ. അപ്പോൾ ഞാൻ ഇതിനകത്ത് പുതിയ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ന്യൂ വർക്ക് ബുക്ക് കൺട്രോൾ എൻ. അപ്പോൾ നമ്മളിവിടെ പുതിയൊരു വർക്ക് ബുക്ക് ഇവിടെ ഓപ്പൺ ചെയ്തു. ആ ബുക്കിൻ്റെ പേരെന്താണ്? ബുക്ക് 6 ആണ്. അപ്പോൾ നമ്മൾ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫയലിനെ നമുക്ക് വേറൊരു ഷീറ്റിലോട്ട് മാറ്റണം. ഇപ്പോൾ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഫയൽ എന്ന് പറയുന്നത് Day 1 എന്ന് പറയുന്ന ഫയലാണ്. ഇതിനകത്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ഈ ഷീറ്റിനെ നമുക്ക് വേറൊരു ഷീറ്റിലോട്ട് മാറ്റണമെങ്കിൽ നമുക്കിവിടെ മൂവ് ഓർ കോപ്പി ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡേറ്റയെ കോപ്പി ചെയ്യാം. കംപ്ലീറ്റ്ലി മൂവ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഏത് വർക്ക് ഷീറ്റിലേക്കാണോ നമുക്കിതിനെ വർക്ക് ബുക്കിലേക്കാണോ നമുക്കിതിനെ മാറ്റേണ്ടത്. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ബുക്ക് 6ലേക്കാണ് ഇതിനെ മാറ്റേണ്ടതെങ്കിൽ നമുക്കിവിടെ ബുക്ക് 6 സെലക്ട് ചെയ്തിട്ട് മൂവ് ടു ദ എൻഡ് എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ഓക്കെ കൊടുത്താൽ ഈ വർക്ക് ബുക്ക് ഇപ്പോൾ ഇവിടുന്ന് മാറിയിട്ട് ഈ ഒരു വർക്ക് ബുക്ക് ഇതിലോട്ട് മാറി. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫയൽ ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നു, ബുക്ക് 6ലേക്ക് മാറി അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് അത് പോയി. ഇനി മൂവ് ചെയ്യുന്നതിന് പകരം നമുക്ക് എപ്പോഴും ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡേറ്റ നമ്മുടെ ഒരു മാസ്റ്റർ ഫയലിലോട്ട് നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് മൂവ് അല്ലെങ്കിൽ കോപ്പി. ഇനി കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ അതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുക. നമുക്കിതിൻ്റെ ബുക്ക് 6ൽ അതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുക. മൂവ് ടു എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷീറ്റിൻ്റെ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ എനിക്ക് ഇവിടെ ഷീറ്റ് 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ആണ് ഇത് വരുന്നത്. അപ്പോൾ അതിൽ ക്രിയേറ്റ് എ കോപ്പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ആ ഒരു ഷീറ്റിൻ്റെ ഒരു കോപ്പി ഇവിടെ ക്രിയേറ്റ് ആയി. ആ ഒരു മറ്റേ ഷീറ്റ് ഇവിടെ തന്നെ ഉണ്ട്. Day 1 എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഫയൽ ഇവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു കോപ്പി അവിടെ ക്രിയേറ്റ് ആയി. ഇതാണ് നമുക്ക് വർക്ക് ഷീറ്റിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാം, നമുക്കിത് ഡിലീറ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം. ഇനി ഒരു വർക്ക് ബുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിക്കവർ ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോൾ ഈ ഒരു വർക്ക് ഷീറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് റിക്കവർ ചെയ്യാൻ പറ്റുമോ? അത് ഈ ഒരു ഷീറ്റ് 5 ഞാൻ ഡിലീറ്റ് ചെയ്തു. വൺസ് നമ്മളൊരു ഷീറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോൺ ഫോർ എവർ. നമുക്കത് റിട്രീവ് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല. സോ വർക്ക് ഷീറ്റ് ഡിലീറ്റ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഡിലീറ്റ്. എങ്ങനെ ഒന്നുകൂടി പറയാം? ഇല്ല, വർക്ക് ഷീറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് പോയി. അപ്പോൾ വർക്ക് ഷീറ്റ് ഡിലീറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിതിനകത്ത് ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ് കോപ്പി, പ്രൊട്ടക്റ്റ് ഷീറ്റൊക്കെ നമുക്ക് പിന്നീട് വരാം. സെലക്ട് ഓൾ ഷീറ്റ്സ്. നമ്മൾ ഇതിനകത്ത് എക്സലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫംഗ്ഷൻസും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരുപാട് ഫംഗ്ഷൻസൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫംഗ്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. IRR കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ യൂസ് അനുസരിച്ചിട്ടാണ്. നമ്മളിതിനകത്ത് എല്ലാ കാര്യങ്ങളും ഒരു എക്സൽ എഫിഷ്യൻ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക, അതിനുശേഷം അതിന് മുകളിൽ ബിൽഡ് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ടാബിനൊരു കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം. ഇത് ഹൈഡ് വെക്കണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാം. ഹൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അത് അൺഹൈഡ് വെക്കാം.
നമുക്ക് ജസ്റ്റ് ആ വ്യൂ ഒന്ന് മാറുന്നെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് വേറെ അതിനകത്ത് ഒന്നുമില്ല. ജസ്റ്റ് ആ വ്യൂ ഒന്ന് ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനൊരു ടാബ് കളർ കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ടാബ് കളർ കൊടുക്കാം, വാട്ട് എവർ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഷീറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് മാറ്റുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ കോളത്തിൻ്റെ പ്രോപ്പർട്ടി മാറ്റുന്നതിനെ പറ്റി പറഞ്ഞു, റോസിൻ്റെ പ്രോപ്പർട്ടി മാറ്റുന്നതിനെ പറ്റി പറഞ്ഞു, ഇനി ഷീറ്റ്സിൻ്റെ പ്രോപ്പർട്ടി മാറ്റുന്നതിനെ പറ്റി പറഞ്ഞു അല്ലേ. ഇൻസേർട്ട് ഷീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു, പിന്നെ മൂവ് ഓർ കോപ്പി, ചേഞ്ച് കളർ. ഇനി ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് റോസ്, കോളംസ് ആൻഡ് ഷീറ്റ്സിൻ്റെ ഫോർമാറ്റിംഗ് ഓക്കെ ആണ് നമ്മൾ കവർ ചെയ്തത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ഇതിനകത്ത്? എവിടെയെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഞാനതിൻ്റെ ഒരു അസൈൻമെൻറ്റ് സെപ്പറേറ്റ് തരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമുക്കത് ഒന്നെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റിലോട്ട് വരുന്ന സമയത്ത് ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് ഓക്കെ, ലെറ്റ്സ് കം ടു ദ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്. അപ്പോൾ ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റുക? ടെക്സ്റ്റിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ഫോണ്ടിൻ്റെ ടൈപ്പ് മാറ്റാം നമുക്ക്. ഈ ഫോണ്ടിൻ്റെ എക്സലിൽ ഒരുപാട് ഡിഫറെൻറ്റ് ഫോൺസ് അവൈലബിൾ ആണ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോൺസ് എന്ന് പറയുന്നത് ഏരിയലും കാലിബ്രിയും ആപ്റ്റോസും ഒക്കെയാണ്. ഇപ്പോൾ നമുക്ക് ഇതിന് മാറ്റിയിട്ട് ഇപ്പോൾ ആപ്റ്റോസ് നാരോ ആക്കണമെങ്കിൽ ആപ്റ്റോസ് നാരോ ആക്കാം. അതല്ല നമുക്ക് വേറെ ഏതെങ്കിലും ഫോൺസ് യൂസ് ചെയ്യണമെങ്കിൽ ഫോൺസ് യൂസ് ചെയ്യാം. സാധാരണഗതിയിൽ നമ്മൾ ഫാൻസി ഫോണ്ടുകൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഈ ഫോണ്ട് മാറ്റാം. ഈ ടെക്സ്റ്റ് ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അതിൻ്റെ അതേപോലെ അതിന് ബോൾഡ് അല്ലെങ്കിൽ ഇറ്റാലിക്സ്, അണ്ടർലൈൻ, ഈ ഓപ്ഷൻസ് എല്ലാം ടെക്സ്റ്റിന് അവൈലബിൾ ആണ്. അതേപോലെ ഇതിനൊരു ബോർഡർ കൊടുക്കണമെങ്കിൽ, നമുക്ക് ഇതിൻ്റെ ഒരു ഡേറ്റയ്ക്ക് ഒരു ബോർഡർ കൊടുക്കണമെങ്കിൽ നമുക്ക് അതിനൊരു ബോർഡർ കൊടുക്കാം. സോ ലെറ്റ്സ് ഡു ദാറ്റ് ഇൻ എ ഡിഫറെൻറ്റ് ഫയൽ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഡേറ്റയ്ക്ക് നമുക്കൊരു ബോർഡർ കൊടുക്കണമെങ്കിൽ നമുക്ക് ഡേറ്റ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ബോർഡർ കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബോട്ടം ബോർഡർ കൊടുക്കാം, ടോപ്പ് ബോർഡർ കൊടുക്കാം, ലെഫ്റ്റ് ബോർഡർ കൊടുക്കാം, റൈറ്റ് ബോർഡർ കൊടുക്കാം, ബോർഡർ ഒഴിവാക്കാം, ബോർഡർ വല്ലതും ഉണ്ടെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഓൾ ബോർഡർ കൊടുക്കാം, ഔട്ട്സൈഡ് ബോർഡർ, ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഓൾ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ സെല്ലിനും ഒരു ബോർഡർ വന്നു. അതിൻ്റെ കളേഴ്സ് നമുക്കിവിടെ മാറ്റി കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ലൈൻ കളർ ഓപ്ഷൻ ഉണ്ട്. ആ ലൈൻ കളർ ഓപ്ഷനിൽ നമുക്കൊരു ലൈറ്റ് ഗ്രേ കളർ മതിയെങ്കിൽ ലൈറ്റ് ഗ്രേ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടി ഈ ബോർഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കളർ മാറും. ഓക്കെ, ഇനി ഈ ഒരു കളർ മാറ്റിയിട്ട് നമുക്ക് കുറച്ചും കൂടി ലൈൻ്റെ സ്റ്റൈൽ മാറ്റണം. ഹെഡറൊക്കെ ആവുന്ന സമയത്ത് കുറച്ചും കൂടി ലൈൻ്റെ സ്റ്റൈൽ മാറ്റണം. കുറച്ചും കൂടി തിക്ക് ബോർഡർ വേണമെങ്കിൽ ഈ ഒരു ലൈൻ സ്റ്റൈലിലേക്ക് പോയിട്ട് തിക്ക് ബോർഡർ, നമുക്ക് ഏത് ബോർഡറാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുന്നു, ബോർഡർ എടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തിക്ക് ലൈൻ ബോർഡർ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ബോർഡറിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് കൂടാതെ നമുക്കിതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. അത് കൂടാതെ ഇതിൻ്റെ ഒരു ഫോണ്ട് കളർ മാറ്റണമെങ്കിൽ നമുക്കിതിൻ്റെ ഫോണ്ട് കളർ ഇവിടെ മാറ്റാം. ഇപ്പോൾ വൈറ്റ് ഫോണ്ട് ആൻഡ് നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറിലോട്ട് വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ മാറ്റുന്നു. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഹെഡർ ആയതുകൊണ്ട് റോ കുറച്ചിങ്ങനെ ഹൈറ്റ് കൂട്ടാം. ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ലെഫ്റ്റിലോട്ടോ മിഡിലോട്ടോ അലൈൻ ചെയ്യണമെങ്കിൽ അലൈൻമെൻറ്റിൻ്റെ ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് മുകളിലുള്ളതെന്ന് പറയുന്നത് മിഡിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പം മിഡിൽ അലൈനായി. ഇനി ഇവിടെ നമുക്ക് ഇത് ടോപ്പ് അലൈൻ, മിഡിൽ അലൈൻ, ബോട്ടം അലൈൻ. നമുക്കിത് മിഡിൽ അലൈൻ കൊടുക്കാം. ഇത് ലെഫ്റ്റ് നമുക്ക് ടെക്സ്റ്റിൻ്റെ അലൈനാണിത്, ലെഫ്റ്റ്, മിഡിൽ, റൈറ്റ്. അപ്പോൾ നമുക്കിത് മിഡിൽ കൊടുക്കുന്നു. പിന്നെ ഇവിടെ നമുക്കിത് ഇൻറ്റൻറ്റ് കൂട്ടാനോ കുറയ്ക്കാനുള്ളതാണ്. അതായത് ഈ ടെക്സ്റ്റിനെ ഫർദർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇതിനെ ടെക്സ്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഇൻറ്റൻറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്, ഇത് നമുക്ക് വെർട്ടിക്കലായിട്ട് കാണിക്കാം. ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക്, ഈ ഒരു സെല്ലിനെ നമുക്ക് വെർട്ടിക്കലായിട്ട് കാണിക്കില്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് കാണിക്കാം. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പം ചില കേസിൽ നമുക്ക് ഈ കോളത്തിൻ്റെ ഹെഡറിൻ്റെ വലുപ്പം വല്ലാതെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കോളത്തിലുള്ള കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് റാപ്പ് ചെയ്യണമെങ്കിൽ റാപ്പ് ടെക്സ്റ്റ് യൂസ് ചെയ്യാം. എന്താണ് ഈ റാപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ പകുതി കാര്യങ്ങൾ കട്ടാണ്. നമുക്ക് ഇത്രയും കോളം വിടുത്തിനുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പകുതി കാര്യങ്ങൾ കട്ടാണ്. അപ്പം ഈ പകുതി കാര്യങ്ങൾ കട്ടാവാതെ നമുക്ക് ആ കോളത്തിനുള്ളിൽ തന്നെ കാണണമെങ്കിൽ കോളം സെലക്ട് ചെയ്തിട്ട് നമുക്ക് റാപ്പ് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കോളത്തിൻ്റെ റോസിൻ്റെ ഹൈറ്റ് കൂടും, അതിനെ ഫിറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ബേസിക്കലി ഇതിനെ നമുക്ക് സെൻറ്റർ ആക്കാം റാപ്പ് ചെയ്യുന്നത്. ഓക്കെ,
അത് കൂടാതെ നമുക്ക് ചില കേസിൽ നമുക്കൊരു അടുത്തത് നമുക്ക് മെർജിലോട്ട് വരുമ്പോൾ ഇപ്പോൾ റാപ്പ് ചെയ്യുന്നത് എപ്പോഴും യൂസ് ചെയ്യുന്നപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളത്തിൻ്റെ വിഡ്ത്ത് ഇതിൻ്റെ വിഡ്ത്ത് കൂടുന്ന ഹെഡറിൻ്റെ ഒക്കെ വിഡ്ത്ത് കൂടുന്ന സമയത്ത് നമുക്ക് അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ റാപ്പ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ 2 ലൈനായിട്ട് അത് സ്പ്ലിറ്റ് ആവും ഉള്ള സ്പേസിൽ. സോ ദാറ്റ് ഈസ് ബേസിക്കലി റാപ്പിംഗ് ടെക്സ്റ്റ്. അത് കൂടാതെ നമുക്കിപ്പോൾ ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് റോ ഡേറ്റ എന്ന് പറയുന്നതുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഒരു ഫുൾ ഹെഡറായിട്ട് മാറ്റണം. ഇതിനെ നമുക്ക് ഈ ഒരു കോളത്തിൽ ഫുള്ള് സെൻറ്റർ ആക്കണം. അത് കൂടാതെ ഈ ഒരു റോ ഡേറ്റയെ ഈ മൊത്തം കോളത്തിൽ അലൈൻ ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് ബേസിക്കലി മെർജൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെർജൻ സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കോളം വരെയാണോ നമുക്ക് ഇതിനെ മെർജ് ചെയ്യേണ്ടത് അത്രയും കോളം സെലക്ട് ചെയ്തിട്ട് മെർജൻ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും കോളത്തിൽ ഇത് മെർജൻ സെൻറ്റർ ഒരു ഹെഡറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതാണ്. ഇനി മെർജൻ സെൻറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ചില പ്രോബ്ലംസ് ഉണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെർജ് ആൻഡ് സെൻറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചില കേസിൽ ഇപ്പോൾ നമ്മളിവിടെ ഒരു ടോട്ടൽ എന്ന് പറയുന്ന ഒരു കോളം ക്രിയേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മളിവിടെ മെർജ് ആൻഡ് സെൻറ്റർ കൊടുക്കും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റിൽ ഒരുപാട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കോളത്തിനാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോളത്തിലേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കോളം അത് സ്കിപ്പാവും, അല്ലെങ്കിൽ നമ്മളൊരു കാൽക്കുലേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് മെർജ് ഒരുപാട് പ്രോബ്ലംസ് വരും. ശരിക്കും നിങ്ങൾ മെർജ് ചെയ്യുന്നതിന് പകരം ഈ ഒരു കേസിൽ ഏറ്റവും കൊടുക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടും. ഫോർമാറ്റ് സെൽസ്. ഇതിനകത്ത് മെർജിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അലൈൻമെൻറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്റർ എക്രോസ് സെലക്ഷൻ കിട്ടും. സെൻറ്റർ എക്രോസ് സെലക്ഷൻ സെയിം ഇത് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഈ സെൽസിനെ മെർജ് ആക്കുന്നില്ല. ആ സെൽസിന് മെർജ് ആക്കാതെ തന്നെയാണ് നമുക്കിവിടെ ഇത് അലൈൻ ആവുന്നത്. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് മെർജിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് സെൻറ്റർ എക്രോസ് സെലക്ഷൻ. ഓക്കെ, സോ മെർജ് എന്താണെന്ന് ഐ ഹോപ്പ് മെർജ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് മെർജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, നമുക്ക് മിക്കവാറും ഹെഡറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് മെർജിൻ്റെ ഒരു ആവശ്യം വരുന്നത്. സോ ടെക്സ്റ്റിൽ ഫോർമാറ്റിങ്ങിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റിൻ്റെ കുറച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ പഠിച്ചത്. ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്യുന്നത് പഠിച്ചു, വർക്ക്ഷീറ്റിൻ്റെ ചേഞ്ചസ് പഠിച്ചു, റോസും ഫോർമാറ്റും ചേഞ്ച് ചെയ്യുന്നത് പഠിച്ചു, റോസ് ഫോർമാറ്റ് കോളംസ്, ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റുകൾ ചേഞ്ച് ചെയ്യുന്നത് പഠിച്ചു. ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, അതിന് ബോർഡർ കൊടുക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് കളർ, ഫോണ്ട് കളർ, അതിന് അലൈൻമെൻറ്റ് കൊടുക്കുന്നത്, റാപ്പ് ടെക്സ്റ്റ്, മെർജ്. ഇനി ഇതേപോലെ ഡേറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡേറ്റിന് പെട്ടെന്ന് എൻ്റർ ചെയ്യാൻ പറ്റുന്ന, ഇന്നത്തെ ഡേറ്റ് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ് ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ഈ ഒരു ഡേറ്റിന് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റുന്നത് ഡേറ്റ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ഡേറ്റ് എടുക്കാം, ലോങ് ഡേറ്റ് എടുക്കാം. ലോങ് ഡേറ്റ് ഈസ് 18th August എന്ന് പറഞ്ഞിട്ട് വരും. ഈ ഡേറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഷോർട്ട് ഡേറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ 18th 8 ഷോർട്ട് ഡേറ്റ് ആയിട്ട് വരും. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് പോസ് ഹിയർ. എന്തെങ്കിലും ഇതുവരെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻസോ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? മോസ്റ്റ് ഓഫ് യു ആർ യൂസിങ് എക്സൽ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടോ? No questions? All clear? Good. Okay. Fine. So, നമുക്ക് ഇനി ഡേറ്റിൻ്റെ ഫോർമാറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ഡേറ്റും ലോങ് ഡേറ്റും ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഫോർമാറ്റ് ഓപ്ഷൻസ് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ നമ്പറിൻ്റെ അണ്ടറിൽ ചെറിയൊരു ആരോ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഫോർമാറ്റിലോട്ട് പോകും. ഇപ്പം നമുക്കിവിടെ ഡേറ്റിൻ്റെ ഡിഫറെൻറ്റ് ഈ ഒരു സെല്ല് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് ആണ്. ഇതിനകത്ത് നമുക്ക് കസ്റ്റം ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡേറ്റ് കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് DDMMYYY ആണ്. അതായത് 4 DD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ്, MM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്, YYY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ. ഇത് 4 Y ഉള്ളത് 2 Y ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2025 മാറിയിട്ട് 25Y. DD എന്ന് പറയുന്നത് 2 ഡിജിറ്റാണ് അല്ലേ. അതിന് ഒരു ഡിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് MON ആയി. അതിൽ ഇനിയൊരു ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൺഡേ ആയി. അതുപോലെ തന്നെയാണ് MM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റിൻ്റെ നമ്പർ, മന്തിൻ്റെ നമ്പറാണ് കാണിക്കുന്നത്. ഒരു M കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ AUG ആയി. വീണ്ടും ഒരു M കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായി, ഓഗസ്റ്റ് എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ ഒരു ഇതിന് പകരം നമുക്കിവിടെ ഐഫൺ യൂസ് ചെയ്യാം. സ്ലാഷിന് പകരം ഐഫൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പകരം ഐഫണായിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ,
ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് എച്ച് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹവറാണ്, എം എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹവറാണ്, എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ്സ് ആണ്. സോ എം എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റാണ്, എസ് എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡാണ്, നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോ ഇങ്ങനെയും നമുക്ക് കസ്റ്റം ഫോർമാറ്റിൽ യൂസ് ചെയ്യുന്നത്. കസ്റ്റം ഫോർമാറ്റൊക്കെ നമുക്ക് പിന്നീട് കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതായത് നമുക്ക് എങ്ങനെയാണ് കറൻസിയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഈ ഒരു കസ്റ്റം ഫോർമാറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പിന്നീട്. ഓക്കെ, സോ നമ്പറിൻ്റെ ഫോർമാറ്റ്. ഇനി നമ്പറിൻ്റെ ഫോർമാറ്റിലോട്ട് വരുന്ന സമയത്ത് ഡേറ്റിൻ്റെ ഫോർമാറ്റാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നമ്പറിൻ്റെ ഫോർമാറ്റിലോട്ട് വരുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കറൻസിയാണ് അല്ലേ, കറൻസി പിന്നെ പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ പെർസെൻറ്റേജിലേക്ക് മാറ്റണമെങ്കിൽ പെർസെൻറ്റേജ് യൂസ് ചെയ്യാം. 1000 സെപ്പറേറ്റർ കോമ സ്റ്റൈൽ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതൊരു കോമ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 186,000 US ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ഇന്ത്യൻ കറൻസിയുടെ സിമ്പിളിലോട്ട് മാറ്റണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് മോർ അക്കൗണ്ടിങ് ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കറൻസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇന്ത്യയുടെ കറൻസി കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇന്ത്യയുടെ കറൻസി സിമ്പിൾ കാണാം. ഇവിടെ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാം. യെസ്, ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. ഇംഗ്ലീഷ് ഇന്ത്യ ഉണ്ട്, ഇംഗ്ലീഷ് ഇന്ത്യ കാണാം. സോ കറൻസി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. പിന്നെ അതേപോലെ ഡെസിമൽ കൂട്ടാനും കുറയ്ക്കാനും. ഇപ്പോൾ ഇതിനകത്ത് 2 ഡെസിമൽ ഉണ്ട്, അത് കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാനും നമുക്ക് ഈ 0.00 യൂസ് ചെയ്യാം. ക്ലിയർ? ഇത്രയാണ് നമ്പർ ഫോർമാറ്റിൽ വരുന്നത്. ഇനിയും കുറച്ചുകൂടി ഫോർമാറ്റിങ്ങിൻ്റെ കാര്യങ്ങളുണ്ട് നമ്പറിൻ്റെ, പക്ഷേ നമ്മളിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ഫോർമാറ്റിങ്ങിൻ്റെ അതിലോട്ട് വരുന്ന സമയത്ത് നമ്പർ ഫോർമാറ്റ്, അതേപോലെ നമുക്ക് ഒരു വാല്യൂനെ നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ എൻ്റർ ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈതർ യു ക്യാൻ യൂസ് ഹിയർ, ഈ ഫോർമുല ബാറിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ F2 കീ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും. F2 കീ അടിച്ചു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മളിപ്പം വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ച് ചെയ്തൂടെ. ഇപ്പം ഞാനിപ്പോൾ 140,269 എന്നുള്ളത് ഡെസിമൽ മാറ്റിയിട്ട് ഞാൻ എൻ്റർ ചെയ്തു. അത് എനിക്ക് ആ ഒരു ആക്ഷൻ അൺഡു ചെയ്യണമെങ്കിൽ, അതായത് എനിക്ക് ആ ആക്ഷൻ തിരിച്ച് അത് റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഉള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Z എന്ന് പറയുന്നത്. Ctrl+Z അടിച്ചു കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്നത് എന്താണോ അതിലോട്ട് പോകും. വീണ്ടും Ctrl+Z അടിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ ചെയ്ത ആക്ഷൻ എന്താണോ അത് റിവേഴ്സ് ആവും. അതിന് മുമ്പ് ഞാൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ കറൻസി ആഡ് ചെയ്തതായിരുന്നു, അത് റിവേഴ്സ് ആയി. അതിൻ്റെ വീണ്ടും ഞാൻ Ctrl+Z അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഡെസിമലിൻ്റെ അത് അഡ്ജസ്റ്റ് ചെയ്തു, അത് റിവേഴ്സ് ആയി. അപ്പോൾ Ctrl+Z അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് സ്റ്റെപ്പിലോട്ട് പോകും. ഇനി തിരിച്ച് മുന്നോട്ട് തന്നെ വരണമെങ്കിൽ നമുക്ക് Ctrl+Y അടിക്കാം. Ctrl+Z അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പുറകിലെ സ്റ്റെപ്പിലോട്ട് പോകും, Ctrl+Y അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് മുന്നിലെ സ്റ്റെപ്പിലോട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും Ctrl+Y അടിച്ചു കഴിഞ്ഞാൽ അതായി, വീണ്ടും Ctrl+Y അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നേരത്തെ ഡെസിമൽ മാറ്റിയത് ആ ഒരു സ്റ്റെപ്പിലോട്ട് വന്നു. അപ്പോൾ Ctrl+Z ആൻഡ് Ctrl+Y ആണ് ആക്ഷൻസ്, നമ്മൾ ചെയ്ത ആക്ഷൻസ് അൺഡു ചെയ്യാനും റീഡു ചെയ്യാനുമുള്ള ഷോർട്ട് കട്ട് കീസ്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് കവർ ചെയ്തത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യാനുള്ളത്, ലാസ്റ്റ് ഉള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് വർക്കിംഗ് വിത്ത് ഡേറ്റ. അപ്പോൾ അതിനകത്ത് നമ്മൾ സോർട്ട് ഡേറ്റ ചെയ്യുന്നതും ഫിൽട്ടർ ചെയ്യുന്നതും, ഫൈൻഡ്, റീപ്ലേസ്, കോപ്പി, പേസ്റ്റ് ഡേറ്റ, ക്ലീൻ ആൻഡ് ട്രാൻസ്ഫോം ഡേറ്റ, അതേഴ്സ്. ഈ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമുക്ക് 9:27 ആയി. അടുത്ത ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ക്വിക്കായിട്ട് ഈ ഒരു പാർട്ട് നമ്മൾ ഫിനിഷ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത സെഷനിൽ വെനസ്ഡേ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ഫംഗ്ഷൻസിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഫംഗ്ഷൻസിലാണ് നമ്മൾ ഈ ഒരു ബേസിക് അവസാനിക്കുന്നത്. ഈ ഫംഗ്ഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ഫംഗ്ഷൻസ്, ഡേറ്റ്, നമ്പർ, ലുക്കപ്പ് ആൻഡ് ലോജിക്കൽ ഫംഗ്ഷൻസിലോട്ട് ക്വിക്കായിട്ട് പോകും. അതാണ് നമ്മുടെ നെക്സ്റ്റ് വരുന്നത്, നമ്മുടെ ഇതിൽ വരുന്നത്, സിലബസിൽ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വെനസ്ഡേ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി അവർ അജണ്ട. ഈ ഒരു ബേസിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അസൈൻമെൻറ്റ് ഉണ്ടാവും. നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഒരു ഫോൾഡറിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, so that's all about today. Before we wind up, എന്തെങ്കിലും questions അല്ലെങ്കിൽ comments?